അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അങ്ങ് തെലുങ്ക് നാട്ടിൽ നിന്ന് നമ്മുടെ ഡാർലിംഗ് പ്രഭാസിൻ്റെ ഏറ്റവും പുതിയ ഹൊറർ കോമഡി ഫാൻറ്റസി ത്രില്ലർ അല്ലേ സിനിമയായിട്ടുള്ള രാജാ സാബിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ എല്ലാ പ്രൊമോഷനും റിയാക്ട് ചെയ്തു. ഉണ്ടായിരുന്നു. ഫസ്റ്റ് മോഷൻ പോസ്റ്റർ ഉണ്ടായിരുന്നു, അതിന് ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിലറാണ്. എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത ആൾക്കാരാണ്. തമൻ മ്യൂസിക്കിൻ്റെ. സോ നമുക്കതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. എല്ലാത്തിനും തവണ പരസ്യമാണല്ലോ. Now close your eyes. Take a deep breath. Knee break. నా కమాండ్స్ మాత్రమే ఫాలో. അത് മറ്റേ സീനല്ല. കണ്ണാണല്ലോ. ഭാഷണ്ട്. చంపేశాడు బాబోయ్. పరిచయం చేస్తా. పరిచయం చేసేది ఏంట్రా? మరి చూస్తారేంట్రా? పరిగెత్తండి. ഷൂട്ട് പ്രഭാസാണ്. സെറ്റ് തന്നെ, എല്ലാം സെറ്റാ. ఏదో గుర్తుని పోయి పని చేయాలి. ఏంటి పని చేసిన వల్ల కాదు. తల్లి దుర్గా నా మనవడిని రక్షించు. ఆయన 4 మంత్రాలు చదువుకున్న మాయల పకీర్ కాదు. హీఈస్ ఎగ్జార్సిస్ట్, సైకియాట్రిస్ట్, హిప్నోటిస్ట్. കോമഡിയാണ്. എല്ലാവരും ഉണ്ടല്ലോ. అయితే స్టార్ట్ చేయించుకున్నావు. స్టార్ట్ టు స్టార్ స్టార్ వార్స్. VFXന്റെ അതിപ്രസരമാണ്. എല്ലാ പ്രായത്തും VFX ആയിരിക്കുമല്ലോ അല്ലേ? അതെ. It's impossible to face him. अभी देख लीजिए. തലകീഴായിട്ട് ഫൈറ്റ് ചെയ്യുമോ? അല്ല, മറ്റേ ഇരിക്കുന്ന മറ്റേ ടീച്ചറിൽ എന്തോ ഉണ്ടായിരുന്നു മറ്റേ. ఏందిరా మీ బాధ? పొట్టులో చేయి పెడితే కుట్టాలని జీవన ക്ഷീമ. రాక్షసుని. അതെന്നാ യതിയാണോ? യതി എത്തിയൊന്നുമല്ല, മറ്റേ ആരെങ്കിലും ഉള്ള ഒരാൾ വളരുകയായിരിക്കും. വളർന്ന് എനിക്കിത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത് തെലുങ്ക് നാട്ടിൽ ആളുകൾ ഒരുപക്ഷെ അവിടുത്തെ ഒരു വലിയ കൂട്ടം ആരാധകർക്ക് ഇഷ്ടപ്പെടുകയും നമ്മുടെ നാട്ടുകളിലെ ട്രോൾ പേജുകളിലും ട്രോൾ ഗ്രൂപ്പുകളിലും ട്രോൾ ചാനലുകളിലും ട്രോളർമാർക്ക് വേണ്ടിയുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഇതിൻ്റെ വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ VFX അത് വരുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ജോണറിൽ നിന്ന് കട്ടായിപ്പോൾ. പിന്നെ ഇത് VFX പടം. ചിലപ്പം മറ്റൊന്നും സംഭവിക്കാം. മറ്റേ ഈ തമാശയില്ലേ, തമാശ ഇവിടെ വർക്കാവാതെ പോയിട്ട്, ഇത് ഡബ്ബാണ്, ഡബ്ബിൽ വർക്കാവാതെ പോയിട്ട് പണം സീരിയസ് ആവില്ല ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന്. അവിടുന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ ഈ മറ്റേ പ്രായമുള്ള പ്രഭാസില്ലേ
ആ ക്യാരക്ടറിന്റെ റോൾ അത്രയും അവർ സീരിയസ് ആയിട്ട് വല്ല ഡീൽ ചെയ്യും. എന്തെങ്കിലും ഒരു പോർഷൻ ഇവിടെയും വർക്കാവുമായിരിക്കും. അല്ലെങ്കിൽ പൊതുവെ തമിഴിൽ ചെയ്യുന്നൊരു കോമഡി ആക്ച്വലി ഹൊറർ കോമഡി അല്ല, ഇത് ഹൊറർ ഫാന്റസി സിനിമ എന്നാണ് അവർ പറയുന്നത്. ബിഗസ്റ്റ് ഹൊറർ ഫാന്റസി ഫിലിം ആണ്. സ്കെയിലുണ്ട് അത് കാരണം പ്രഭാസ് അഭിനയിക്കുന്ന സിനിമയ്ക്ക് ഒരു ബജറ്റ് ഉണ്ടല്ലോ, അത് സിനിമയുടെ ബജറ്റ് അല്ല, പ്രഭാസിന് കൊടുക്കുന്ന ബജറ്റാണ്. ഏതാ ഇത്ര കോടി രൂപയുടെ പടം എന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഇപ്പം നമ്മൾ സാഹോ ഉൾപ്പെടെ കാണുമ്പോൾ നമുക്കറിയാതെ, അതായത് രാധേശ്യാം ഒരു വളരെ ജനറിക് ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. പക്ഷേ ആ ലവ് സ്റ്റോറിയെ നമ്മുടെ മുമ്പിൽ പ്രഭാസ് അഭിനയിക്കുമ്പോൾ അതിനൊരു 400 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഈ 400 കോടി എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ പ്രഭാസിന് ലൈവ് ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് മൊത്തം സെറ്റാണ്, ലൈവ് ലൊക്കേഷനില്ല. ആ ആൾക്കാരൊക്കെ വരുന്ന സീനൊക്കെ ചെയ്തേക്കുന്ന മൊത്തം മറ്റേ ഇവിടെ രാമോജിറാവിലാന്ന് തോന്നുന്നു. അല്ല ഇതിന് പിന്നെ അത്രയും ഇഷ്യൂ ഇല്ല, എല്ലാം മറ്റേ അരൺമണിക്കകത്ത് നടക്കുന്നുണ്ട്. ശരിക്കും ഇത് സുന്ദർസിയുടെ അരൺമനെ ഫ്രാഞ്ചൈസിൽ ഒരെണ്ണം ആക്കണ്ട, കാഞ്ചന സുന്ദർസിയുടെ ആ പടങ്ങളുണ്ടല്ലോ, അതിനകത്ത് പ്രഭാസ് അഭിനയിക്കുന്ന ഒരു ഫീലാണ്. അതിലും ഈ പറയുന്ന പോലെ അതിന്റെ ടോണില്ല കോമഡിയുടെ അത്രയും പോയതുപോലെ തോന്നുന്നില്ല നമുക്ക്. ടീസറിലാണ് തോന്നുന്നില്ല, അത് തോന്നുന്നു കോമഡി നമുക്ക് ഭയങ്കര പാടായിരിക്കും വർക്കാൻ. ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം സീരിയസ് പാർട്ടിൽ ഏതെങ്കിലും ഒരു രസമുള്ള എന്തെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കണ്ടിരുന്ന് പോവെങ്കിലും, എന്നാലും ഒരു മെജോറിറ്റി പാർട്ടിലും ഈ സിനിമയ്ക്ക് ട്രോള് കിട്ടാനുള്ള ചാൻസുകൾ 100%. കാരണം ഇപ്പോൾ തന്നെ പയ്യെ എല്ലാ മൃഗങ്ങളും ഉണ്ടല്ലോ. അതെ അതെ അതെ, ആന, മുതല, മറ്റേ ഉടുമ്പ് അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഒരു മൊത്തത്തിലൊരു VFX മയമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അറിയത്തില്ല ഇനി ആ ഒരു ട്രെയിലർ കണ്ട് വിമർശിക്കരുതെന്ന് ഒരുപാട് പേര് പറയല്ലോ. ബ്രോ ഇത് ട്രെയിലറാണ് ബ്രോ, ഇത് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? സിനിമ വരട്ടെ. പക്ഷെ നമുക്കൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. ഞങ്ങൾ ട്രെയിലർ കണ്ട് പറഞ്ഞതിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടേ ഇല്ല പടത്തിൽ. 99% ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഇത് 90% കീടാണും ചത്തിട്ടുണ്ട്. അതേ അവസ്ഥയാവും ഇതിനകത്ത് നമുക്ക് തോന്നുന്നു. ഫാൻസുകാർ ഞങ്ങളെ പൊങ്കാലിടാതിരിക്കുക, നിങ്ങളുടെ പ്രഭാസിനെ നിങ്ങൾ കണ്ട് ആസ്വദിക്കും. ഇല്ല പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ പ്രഭാസിന് ഫാൻസ് ഉള്ളത് സലാറിനാണ്. സലാർ പോലത്തെ പടങ്ങൾ. അതെ അതെ, പ്രഭാസിനെ എപ്പോഴും നമുക്ക് കാണാൻ ഭയങ്കര മാച്ചോ മാനുള്ളതല്ല. പ്രഭാസിന്റെ ഈ ഡാർലിംഗ് സ്വഭാവത്തിൽ മലയാളികൾക്ക് അത്ര ഇതല്ല. പക്ഷെ പണ്ട് ഞാൻ പുള്ളിയുടെ പടങ്ങളെ കണ്ടിട്ടുണ്ട്, പഴയ പുള്ളി പ്രഭാസിന്റെ കുറച്ച് ക്യൂട്ട് പ്രഭാസിന്റെ പടങ്ങളൊക്കെ. ആ ഒരു കാര്യമുണ്ട്. മറ്റേ ഈ സലാറിലെ കണ്ട പ്രഭാസിന് കുറച്ച് ഒതുക്കമുണ്ട്. സലാറിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ വേറൊരാൾക്ക് ഈ സ്ക്രീനിൽ വന്ന് നിൽക്കാൻ പറ്റത്തില്ല, അപ്പം അമ്മാതിരി നിറവാണ്. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ എനിക്ക് പുള്ളിയുടെ ബോധത്തോട് പുള്ളി കണ്ണൊക്കെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ഭയങ്കര. അതിപ്പോൾ എന്ത് പറ്റി നടത്തില്ല, പുള്ളി ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ ഫ്രെയിം വെച്ചാൽ തന്നെ പുള്ളിക്ക് ഒരു വയ്യാഴിക ഫീൽ ചെയ്യും. കണ്ണിലൊക്കെയാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പുള്ളിയുടെ കണ്ണ് അങ്ങനെ ഞാൻ പഴയ പടങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല പക്ഷേ ഇല്ല, അത് ഈ ഇതിന് ശേഷമാണ്, ബാഹുബലിക്ക് ശേഷമാണ് അത് ഭയങ്കര പ്രശ്നമാണ്. അത് ചിലപ്പോൾ മറ്റേ ആവുന്നതിൻ്റെയൊക്കെ ആയിരിക്കും. മറ്റേ എന്തെങ്കിലും എൻഹാൻസിങ് ഡ്രഗ്സ് വല്ലതും യൂസ് ചെയ്തിട്ട് അതിൻ്റെ റോക്കിൻ്റെ കാര്യം പറയുന്നില്ലേ, റോക്കിനിയുടെ ഒരു ഇതിന് വന്നിട്ട് റോക്ക് ഹാസ് ടേൺഡ് ഇൻ ടു സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും വണ്ണമൊക്കെ ഉണ്ട്. അപ്പം പുള്ളി ഇത് യൂസ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല. പുള്ളി ആക്ച്വലി 5 വർഷത്തോളം മറ്റേ പടത്തിന് വേണ്ടി വർക്ക് ചെയ്തില്ലേ, അപ്പോൾ വർക്കൗട്ടും ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി അത് ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞ് വന്ന സാഹോയിക്കാത്ത ഇത് തന്നെ, അതിനകത്ത് തീരെ വയ്യായിരുന്നു പുള്ളിക്ക്. അതാണ് ഫുള്ള് ബോഡി ഡബിളൊക്കെ വെച്ചാണ് ആ പടം ഓടിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന പടത്തിലെല്ലാം ഈ ബോഡി ഡബിളും തലവെട്ടിക്കളി, എസ്പെഷ്യലി രാധേശ്യാമിലായിരുന്നു പുള്ളിക്ക് തീരെ വയ്യായിരുന്നെന്ന് തോന്നുന്നു. രാധേശ്യാമിൽ ഫോട്ടോ മാത്രം കൊടുത്തിട്ട് പറ്റിച്ച പരിപാടി ഞാൻ കണ്ട. അത് കഴിഞ്ഞ് വന്ന സലാറിലാണ് നമ്മൾ ഫുൾ പ്രഭാസിനെ പിന്നെ കാണുന്നത്. സലാർ കറക്റ്റ് അത് ചേരുന്ന പുള്ളിക്ക് ചേരുന്ന പരിപാടിയായിരുന്നു. പക്ഷേ ഇതാണ് ഇതിലും വലിയ കുഴപ്പമില്ലായിരുന്നു നമ്മുടെ എന്തായിരുന്നു കൽക്കി. അപ്പോൾ ഇനി ജനുവരി 9 പടം റിലീസ്. ജനുവരി തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ വിജയണ്ണൻ്റെ പടം വരുന്നുണ്ട്. വിജയണ്ണൻ്റെ പടത്തിൻ്റെ കൂടെയാണോ എന്ന് സംശയമുണ്ട്, നോക്കാം. ഏതായാലും പ്രഭാസിൻ്റെ ഒരു ഹൊറർ ഫാൻറ്റസി പടം. അതെ, പുള്ളി ഇപ്പോൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോണറിൽ നിന്ന് മാറിയൊരു ജോണറായത്. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ മാസും ക്ലാസ്സും കോമഡിയും ക്യൂട്ട്നെസ്സും എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കുമെന്ന് നമ്മൾ കണ്ടറിയാം.